അരങ്ങൊഴിഞ്ഞ കൂടിയാട്ടത്തിന്റെ കുലഗുരുവിന് അന്ത്യോപചാരമർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ള പ്രമുഖരും നാട്ടുകാരും അമ്മന്നൂർ ഗൃഹത്തിലെത്തി. തൃശൂർ കളക്ടർ ഡോക്ടർ വി കെ ബേബി, മേയർ ശ്രീമതി ആർ ബിന്ദു, കലാമണ്ഡലം രജിസ്ട്രാർ പ്രൊഫസർ എൻ.ആർ. ഗ്രാമപ്രകാശ്, സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ശ്രീ പുരുഷൻ കടലുണ്ടി, സംഗീത നാടക അക്കാദമിക്ക് വേണ്ടി പ്രൊഫസർ ജോർജ് എസ് പോൾ, പൊറത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു മാസ്റ്റർ, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതാ ചന്ദ്രൻ, പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അംബിക ചാത്തു, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സി പ്രേമരാജൻ, പുരോഗമന കലാസാഹിത്യ സമിതി പ്രസിഡന്റ് ശ്രീ അശോകൻ ചെരുവിൽ, ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്, സെന്റ് ജോസഫ്സ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ആനി കുര്യാഗോസ്, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ജോസ് തെക്കൻ, ക്രൈസ്റ്റ് വിദ്യാനികേതൻ പ്രിൻസിപ്പാൾ ഫാദർ വിൽസൺ തറയിൽ, ഏകത ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി സി എസ് സുധൻ, അമ്മ സംഘടനയ്ക്ക് വേണ്ടി ശ്രീ ഇന്നസെന്റ് ഇടവേള ബാബു, നികേഷ് കുമാർ ഇന്ത്യ വിഷൻ, അവിട്ടത്തൂർ സ്കൂൾ മാനേജർ എസ് എസ് വാര്യർ എന്നിവർ പ്രണാമം അർപ്പിച്ചു. നമ്മുടെ കാലഘട്ടത്തിലെ ത്രിമൂർത്തികൾ ഇന്ന് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് പൈങ്കുള രാമചാക്യാര്, മാണിമാധവ ചാക്യാര്, അമ്മന്നൂർ മാധവ ചാക്യാര്. ഇതിലെ അവസാനത്തെ കണ്ണിയാണ് മാധവ ചാക്യാര്. യഥാർത്ഥത്തിൽ ഈ കുലപതിമാരുടെ ഒരു കാലം, അവരുടെ ഒരു പരമ്പര വിയോഗത്തോടുകൂടി നമുക്ക് കൂടിയ മന്നൻ തന്നെയായിരുന്നു. ഇരിങ്ങാലക്കുടയുടെ നാലെതിരുകൾ വിട്ട് പഴയ പാരമ്പര്യത്തിന്റെ ഭിത്തികൾ ഭേദിക്കാൻ കുറക്കാലം മടിച്ചു നിന്ന ശേഷം അദ്ദേഹം പുറത്തു കടന്നപ്പോൾ പിന്നെ നടന്നു കയറിയത് ലോകപ്രശസ്തിയുടെ അമ്മന്നൂർ മാധവ ചാക്യാരായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന കാലം മുതൽ തന്നെ എന്തോ ഒന്നും അറിയാൻ വയ്യ, കൂടിയാട്ടത്തിന്റെ കുലപതിയായിട്ട് തന്നെ പ്രായത്തിൽ ഇദ്ദേഹമായിരുന്നു ചെറുപ്പമെങ്കിലും എന്തോ അന്നു മുതൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സംഭാവനകൾ തന്നെയാണ്.